ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊണ്ടൽ പെപ്പെ അഭിനയിക്കുന്ന പുതിയ പടമാണ് കൊണ്ടൽ. എന്തോ ഒരു കടപ്പുറം മുക്കുവന്മാരെ പറ്റിയൊക്കെ ഉള്ള ഒരു മാസ് എന്റർടൈൻമെന്റ് മൂവിയാണ് എന്നാണ് ഇതിന്റെ ഒരു പ്രൊമോഷനിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായത്. കുറച്ച് ഇടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈപ്പ് പടമാണ് എന്ന് തോന്നുന്നു. കുറച്ച് മാസമൊക്കെ പ്രതീക്ഷിക്കാം, നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, കുഴപ്പമുണ്ടോടെ, ചുമ്മാ പ്രതീക്ഷിക്കണല്ലേ. അപ്പം അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് ട്രെയിലർ കണ്ടു കളയാം ഒന്നുകൂടെ. പ്രൊഡ്യൂസർ ഓഫ് ബാംഗ്ലൂർ ഡേയ്സ് ആൻഡ് നിലമ്പള്ളി പണിക്ക് വന്ന പോലെ തോന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. മാസാന്നാ പറയുന്നത്. ഈ നിക്കണവർ ഈ കടലോണ്ടാണ് ജീവിക്കണത്. പരിപാടി ഇനി ഈ കടപ്പുറത്ത് വേണ്ട. ഇവിടെ രണ്ട് പെൺപിള്ളേരാണ്, ഇങ്ങനെ തോന്നിയ പോലെ നടന്നു. കണ്ണീർ കിട്ടും. നമ്മുടെ ഡാൻസിങ് അല്ല പിന്നെ പ്രശ്നക്കാരാണോ അത് തോന്നുന്നത് കേട്ടോ. ബോട്ട് ഇരിക്കണ്ട. ഡാൻസിങ് റോസ് என்ன பிரச்சனை? കണ്ണൻ ബായ്. നിങ്ങൾ പറഞ്ഞ ശരിയാ, അവൻ വെറുതെ വന്നതല്ല. സംതിങ് ഫിഷി. ചത്താലും ശരി, ഞാനൊരു കര കാണിക്കരുത്. കടലിൽ നീ കാണാൻ കിടക്കണുള്ളൂ. എനിക്കൊന്ന് പടം മൊത്തം കടലിലാന്ന് തോന്നുന്നു. പുള്ളി കടലിൽ ചെന്നത് ഒരു റിവെഞ്ചിന് വേണ്ടിയാണ് എന്നാണ് ട്രെയിലർ നമ്മളെ കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരാളെ തപ്പിപ്പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവനവിടെ ചെന്ന് കയറിയതായിരിക്കാം. ഇടയ്ക്കൊരു മോളെ കാണിക്കുന്നുണ്ടല്ലോ, 10ാം വളവ് പോലൊക്കെയാണോ, പിന്നെ 9ാം വളവ് 8ാം വളവ്, അങ്ങനെ ഒരു സുരാജ് വെഞ്ഞാറമ്മൂട് മൂവി ഇറങ്ങില്ലായിരുന്നു. റിവെഞ്ച്, മകളെ കൊന്നതിന് റിവെഞ്ച് ചോദിച്ചു പോകുന്നതാണോ, എന്തോ റിവെഞ്ച് മൂവിയാണെന്ന് മനസ്സിലായി, ആണെന്നാണ് ഇവർ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ മാസാവട്ടെ, അല്ലെങ്കിൽ കൺവിൻസിങ് ആവട്ടെ. എന്തായാലും ട്രെയിലർ കുഴപ്പമില്ല. അവസാനത്തെ VFX കയറിയ ഷോക്കായിട്ട് തോന്നി, ബാക്കിയൊക്കെ കുഴപ്പമില്ല, നൈസാണ്. വെയിറ്റ് ചെയ്യാം. കൊണ്ടൽ ഇടി നാശ ബഹള പടം തോന്നുന്നു കേട്ടോ. അപ്പം കൊണ്ടലിന് വേണ്ടി എല്ലാവർക്കും വെയിറ്റ് ചെയ്ത പോലെ ഞാനും വെയിറ്റ് ചെയ്യുന്നു ഗായ്സ്. ഇതെന്നാ പടം ഇറങ്ങുന്നത്? റിലീസ് ഡേറ്റ് ഒന്നും ഇല്ലേ? കൊണ്ടൽ എനിക്ക് തോന്നി ഈ വരുന്ന 12-നോ മറ്റോ ആണെന്ന് തോന്നി, ഈ വരുന്ന 12-നോ മറ്റോ ആണെന്ന് തോന്നി പടം. അപ്പം ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.